നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഇന്ന് ഡൽഹിക്ക് പുറപ്പെടും. കോൺഗ്രസ് ദേശീയ നേതാക്കളുമായി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. തൃശൂർ DCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ ഇന്നലെ കെ മുരളീധരനെ വീട്ടിലെത്തി കണ്ടിരുന്നു. തൃശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ശ്രീകണ്ഠന്റെ പ്രതികരണം. മുരളീധരനെ അനുനയിപ്പിക്കാൻ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുവെന്നാണ് സൂചന. എന്നാൽ MP ക്വാർട്ടേഴ്സ് ഒഴിയാൻ എന്നാണ് യാത്രയെക്കുറിച്ച് നൽകുന്ന വിശദീകരണം. തൃശൂരിലെ കടുത്ത പരാജയത്തിന് പിന്നാലെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുന്നുവെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി കെ മുരളീധരന് വേണ്ടി പോസ്റ്റർ ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. KPCC DCC ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. മുരളീധരൻ നേരത്തെ മത്സരിച്ചിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ എത്തണം എന്നതാണ് പോസ്റ്ററിലെ ആവശ്യം. ഏതായാലും ഇത് വലിയ പ്രതിസന്ധി കോൺഗ്രസിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കെ മുരളീധരൻ ഒരിക്കലും പ്രസിഡന്റ് ആവുന്നതിനെ, KPCC അധ്യക്ഷനാകുന്നതിനെ VD സതീശൻ അടക്കമുള്ളവർ എതിർക്കും. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏതായാലും ഇപ്പോഴത്തെ ഈ രണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയം കാണുമ്പോൾ, കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാലുനീട്ടിയിരിക്കുന്ന രമേശ് ചെന്നിത്തല, ഒപ്പം VD സതീശൻ ഒക്കെ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ശശി തരൂർ ഒരു എതിരാളിയാണെന്ന് തോന്നിയതുകൊണ്ട് ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു വിടണമെന്ന് VD സതീശൻ അടക്കം ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും തോറ്റ MP, അതായത് വലിയ അവകാശവാദങ്ങളായിരുന്നു. BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കെട്ടിക്കാനുണ്ടായ ആളാണ് ഞാൻ, എല്ലായിടത്തും BJPയെ തോൽപ്പിക്കുമെന്ന അവകാശവാദവുമായി പോയ കെ മുരളീധരൻ ഇപ്പോൾ തോറ്റ MP ആയി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തോറ്റ MP ഇനി പോയി അവിടെ നിന്നും MP ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് തിരിച്ചു വരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയുന്നു. ഏതായാലും KPCC പ്രസിഡന്റ് ആവുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ മുരളീധരന് മുന്നിലുള്ളത്. അതിനുവേണ്ടിയാണ് മുരളീധരൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് വ്യക്തമാകുന്നു. അതിന് മുരളീധര അനുകൂലികളും രംഗത്ത് വന്നിട്ടുണ്ട്. അടിയും ഇടിയും വഴക്കുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയ മുരളീധരന് കനത്ത തിരിച്ചടിയോടൊപ്പം യഥാർത്ഥത്തിൽ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അടിയും തിരിച്ചടിയും പാർട്ടിയിലും ഉണ്ടാകുന്നു, ദേശീയ തലത്തിലേക്ക് പോകുന്നു. ഏതായാലും ദേശീയ തലത്തിലേക്ക് ഇന്ന് കെ മുരളീധരൻ പോകുമ്പോൾ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. വയനാട് വിട്ടിട്ട് അടുത്തൊരു സുരക്ഷിത മണ്ഡലം കിട്ടിയപ്പോൾ അവിടേക്ക് പോകാനുള്ള തിരക്കിലാണ് രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വയനാട് ഒരു അഭയാർത്ഥി കേന്ദ്രം പോലെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഒരു അഭയാർത്ഥി കേന്ദ്രം പോലെ വയനാട്ടിലേക്ക് എത്തുകയും വയനാട്ടിൽ നിന്ന് ഇപ്പോൾ മറ്റൊരു സുരക്ഷിതമായ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, വെറുതെ കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് വയനാട്ടുകാരെ കബളിപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് വ്യക്തമാകുന്നു. രാഹുൽ വയനാടൻ പ്രധാനമന്ത്രിയായി തുടരുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. ഏതായാലും വയനാടൻ പ്രധാനമന്ത്രിയിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടുണ്ട്, റായ്ബറേലിയിലേക്ക് മാറിയിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാമെന്ന വ്യാമോഹമാണ്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ താൻ എന്തെങ്കിലും ആകുമെന്ന വ്യാമോഹമായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ നയിച്ചിട്ടുണ്ടാവുക. അതിനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDAയുടെ ഈ ഭരണത്തോടുകൂടി അപ്രസക്തമാകാൻ പോകുന്ന കോൺഗ്രസ് തന്നെയായിരിക്കും, ഒരു സംശയവും അക്കാര്യത്തിലില്ല.